മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മേൽത്തരമാം പൊന്നതിനോടതുല്യം തങ്കവും അതിനോടു സമമല്ല. മേൽത്തരമാം പൊന്നതിനോടതുല്യം തങ്കവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തോടുകൂടെ യെരുശലേമിൽ സഭയ്ക്ക് വലിയ ഒരു പീഡയുണ്ടായി. ആളുകൾ, അപ്പോസ്തലന്മാരൊഴികെ ആളുകൾ ചിതറിപ്പോകാനിടയായി. ചിതറിപ്പോയ ഒരു കൂട്ടം ആളുകൾ സിറിയയിലേക്കാണ് പോയത്. അവിടുത്തെ അന്ത്യോക്യയിൽ ചെന്നപ്പോൾ അവിടുള്ള യവനന്മാരോട് അവർ സുവിശേഷം പറഞ്ഞു. അവിടെ പലരും യേശുവിനെ ദൈവമായി സ്വീകരിച്ചു. ഇക്കാര്യം യെരുശലേമിലെ അപ്പോസ്തലന്മാർ അറിഞ്ഞപ്പോൾ ബർന്നബാസിനെയാണ് ഇവരുടെ സഹായത്തിനായിട്ട് അയച്ചത്. കാരണം അവിടെ പ്രവർത്തിക്കാൻ പോയ ആളുകൾ കുപ്രോസ്കാരും കുറേനക്കാരും ഒക്കെ ആയിരുന്നു. ബർന്നബാസും കുപ്രദ്വീപുകാരനായിരുന്നു. അതുകൊണ്ട് ഭാഷയും സംസ്കാരവും ഒക്കെ ഒന്നാണല്ലോ. ബർന്നബാസ് പോകുന്നത് നന്നായിരിക്കും. പോരെങ്കിൽ ബർന്നബാസ് വളരെ കൃപാവരം ലഭിച്ച ഒരു വിശ്വാസിയാണ്. അദ്ദേഹം അപ്പോസ്തലനല്ല, എന്നാൽ വളരെ കൃപാവരം അദ്ദേഹത്തിന് ദൈവം നൽകി. അതുകൊണ്ട് തീർച്ചയായിട്ടും ബർന്നബാസിൻ്റെ പ്രബോധനങ്ങൾക്ക് അന്ത്യോക്യയിലെ സഭാ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് അപ്പോസ്തലന്മാർ കണ്ടു. അവർ ബർന്നബാസിനെ അയച്ചു. ബർന്നബാസ് അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് വ്യാപരിച്ചു. വെറും സാധാരണ വിശ്വാസികളാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഈ പുറജാതികളായ ആളുകൾ അവർ മാനസാന്തരപ്പെട്ട് കർത്താവിനെ കൈക്കൊണ്ടിപ്പോൾ നല്ല രീതിയിലുള്ള ആരാധനയും അതുപോലെ സഭാ ശുശ്രൂഷകളുമൊക്കെ നടക്കുകയാണ്. എന്തായാലും ബർന്നബാസ് കുറച്ചു കാലം അവിടെ പ്രവർത്തിച്ചു. നല്ല റിസൾട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പണ്ട് ഈ ദമസ്കോസിൽ വെച്ച് മാനസാന്തരപ്പെട്ട ഒരാളാണ് ശൗല്. അദ്ദേഹം പിന്നീട് യെരുശലേമിൽ വന്നു, അപ്പോസ്തലന്മാർ ഒക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും കുറെ കൂടെ പ്രയോജനപ്പെടാനായിട്ട് സാധിക്കും.
കാരണം ഈ ദമസ്കോസിൽ ആണ് പൗലോസിൻ്റെ ജനനം. അവിടെ വെച്ചാണ് അദ്ദേഹം കർത്താവിൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നത്. അവിടുത്തെ അക്കാലത്തെ പള്ളികളിലൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പൗലോസിനെ കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ച് അന്ത്യോക്യയിൽ നിന്ന് ഇദ്ദേഹം ബർന്നബാസ് പോവുകയാണ്. ബർന്നബാസ് തർസോസിലെത്തി. എനിക്ക് തോന്നുന്നില്ല വളരെയേറെ ബന്ധപ്പെട്ട് കാണും പൗലൂസിനെ കണ്ടുപിടിക്കാനെന്ന്. കാരണം പൗലൂസ് അടങ്ങിയിരിക്കുന്ന ആളല്ല. അന്യനാട്ടിലായാലും സ്വന്തം നാട്ടിലായാലും ലജ്ജ കൂടാതെ സുവിശേഷം പറയുന്ന ആളാണ്. അതുകൊണ്ട് ആരോടെങ്കിലും ഇവിടെ സുവിശേഷം പറയുന്ന ഒരാളുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മുക്തകണ്ഠം പറയും, അത് പൗലൂസ് എന്ന ആളാണ്, കിലിക്കയിലെ തർസോസ്. അങ്ങനെ ഈ ശൗലെന്ന പൗലൂസിനെ ബർന്നബാസ് കണ്ടെത്തി. അവർ രണ്ടുപേരും കൂടെ അന്ത്യോക്യയിൽ വന്നു. ഈ ബർന്നബാസിന് ഒരു കാര്യം അറിയാമായിരുന്നു. പൗലൂസ് ഇവിടെ വന്നാൽ പൗലൂസിൻ്റെ ശുശ്രൂഷയാൽ ആകൃഷ്ടരാകുന്ന ആളുകൾ പൗലൂസിനെ സ്നേഹിക്കാനിടയാകും. പൗലൂസ് ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരാനിടയാകും. താനൊരു പക്ഷേ രണ്ടാമനാകാനായി സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ബർന്നബാസിനെ ബാധിച്ചില്ല. പൗലൂസ് വരട്ടെ, പൗലൂസ് സ്വീകാര്യനാകട്ടെ, പൗലൂസിനെ ആളുകൾ ബഹുമാനിക്കട്ടെ, പൗലൂസ് ലീഡറാകട്ടെ, നല്ലതല്ലേ? ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവനാമഹത്വത്തിനു വേണ്ടി പൗലൂസ് പ്രയോജനപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ ഇക്കാലത്ത് വളരെ കുറവാണ്. ആത്മീയ രംഗത്താണെങ്കിലും ദൈവിക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എനിക്ക് ശുശ്രൂഷ, എനിക്ക് പണം, എനിക്ക് ആളുകളുടെ ബഹുമാനം, ഇതൊക്കെ ഉണ്ടാകണം എന്ന് അപ്പോസ്തലന്മാർ പോലും ചിന്തിച്ചില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ചിന്തിക്കാൻ പാടില്ല. പക്ഷേ ബർന്നബാസ് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം പൗലൂസിനെ കൂട്ടിക്കൊണ്ടുവന്നു. അവരൊരു സംവത്സരം മുഴുവൻ രണ്ട് കാര്യം ചെയ്തു: സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും. ഏതൊരു സഭയും അതാണ് ചെയ്യേണ്ടത്. ആരാധനയോടനുബന്ധിച്ചുള്ള യൂത്ത് മീറ്റിംഗ്, സൺഡേ സ്കൂള്, സഹോദരിമാരുടെ യോഗം, സാക്ഷിയോഗം, പ്രാർത്ഥനയോഗം, ബൈബിൾ ക്ലാസ്, ഇതൊക്കെ നല്ലതാണ്. എന്നാൽ അതിന് തത്തുല്യമായ പ്രാധാന്യം ബഹുജനത്തെ ഉപദേശിക്കുന്ന കാര്യത്തിൽ, ആ നാട്ടിലുള്ള ആളുകളുടെ വീടുകളിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ട്രാക്റ്റുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, പരസ്യങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, കൺവെൻഷൻ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ല മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ, ഏത് നിലയിലാണെങ്കിലും വാമൊഴിയായോ വരമൊഴിയായോ ആ നാട്ടിലുള്ള ആളുകളെ സുവിശേഷം അറിയിക്കേണ്ട ബാധ്യത ഒരു നിലവിളക്കെന്നുള്ള നിലയിലുള്ള പ്രാദേശിക സഭയ്ക്കാണ്. അതാണ് ബർന്നബാസും പൗലൂസും നേതൃത്വം നൽകുന്ന അന്ത്യോക്യ സഭ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്: ജനങ്ങൾ വിശ്വാസികളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പരിഹാസത്തോടെ ആയിരിക്കാം അവർ വിളിച്ചത്. പക്ഷേ അവരെന്താ അർത്ഥമാക്കിയത്? ചില വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ആ ക്രിസ്തു ജീവിക്കുന്നു, അദൃശ്യനായി ജീവിക്കുന്നു. ആ ക്രിസ്തുവിനെ ഇവർ അനുഗമിക്കുന്നു. ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നാണ് അവരും പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശരിയായിരുന്നു. പരിഹാസത്തോടെ ആയിരിക്കാം അവർ പറഞ്ഞതെങ്കിലും അത് ശരിയായിരുന്നു. യേശു അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ യേശുവാണ് അവരെ നയിച്ചത്.
അവർ പൗലൂസിൻ്റെ ആളുകളെന്നോ ബർന്നബാസിൻ്റെ അനുയായികളെന്നോ അല്ല അറിയപ്പെട്ടത്, ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നാണ്. അത് എത്രയോ മാതൃകയായ നല്ലൊരു കാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുള്ളാകയകറ്റിയിടും. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുള്ളാകയകറ്റിയിടും. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം.